വിജയ് ഫാൻസ് മഹാ അലമ്പന്മാരാണ്, പ്രശ്നക്കാരാണെന്നാണ് പുതിയൊരു കണ്ടുപിടുത്തം. തമിഴ്നാട്ടിൽ നിന്ന് കുറേ മൂവി അപ്ഡേറ്റ്സ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. ഫുള്ള് കോമഡിയാണ്. എന്താ നോക്കാം. എല്ലാവർക്കും അറിയാലോ, ഈ പൊങ്കലിന് 9-ാം തീയതി വിജയിൻ്റെ ജനനായകനും 10-ാം തീയതി ശിവകാർത്തികേയൻ്റെ പരാശക്തിയും സിനിമ റിലീസ് ചെയ്യാനായിരുന്നു ആക്ച്വലി പ്ലാന്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, പരാശക്തിക്കാർ സിനിമ റിലീസ് ചെയ്യാണ് 10-ാം തീയതി. അപ്പോൾ സിനിമൻ്റെ റെസ്പോൺസ് വളരെ ഒരു മൈൽഡ് റെസ്പോൺസ് ആയിരുന്നു. ആർക്കും വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. കുറേ പൊളിറ്റിക്കൽ സംഭവമൊക്കെയാണ് സിനിമയിൽ. ഈ നെഗറ്റീവ് റിവ്യൂസൊക്കെ വന്നതിന് ശേഷം ഈ സിനിമയുടെ പരാശക്തിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടുള്ള ദേവ് എക്സിലൊരു പോസ്റ്റ് ഇടുകയാണ്. ഇത് ഞങ്ങൾക്കെതിരായിട്ടുള്ള ടാർഗറ്റഡ് അറ്റാക്കാണ്. ഈ വിജയ് ഫാൻസ് എല്ലാവരും കൂടെ ബുക്ക് മൈ ഷോയിലൊക്കെ അതിൻ്റെ ഒരു പ്രൂഫൊക്കെ കാണിക്കുന്നുണ്ട്. ഈ 1 സ്റ്റാറൊക്കെ ഒരു ലോഡ് 1 സ്റ്റാർ ഫുള്ള് തെറിയൊക്കെയാണ് ഈ റിവ്യൂ ആയിട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവരുടെ ചാറ്റ് റൂമിൻ്റെ, വിജയ് ഫാൻസിൻ്റെ ചാറ്റ് റൂമിൽ ഈ പരാശക്തിക്ക് എതിരെ പറയുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം പുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ സിനിമയുടെ പരാശക്തിയുടെ ഡയറക്ടറായിട്ടുള്ള സുധാ കൊങ്കര ഹോളിവുഡ് റിപ്പോർട്ടറിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലും ഈ സെയിം കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമാണ്, റൗഡികളുടെ പോലെയാണ് വിജയ് ഫാൻസ് പെരുമാറുന്നത്. ഇവരെന്തിനാണ് ഞങ്ങളെ ഓരോന്ന് ഉപദ്രവിക്കുന്നത്? നിങ്ങൾക്ക് സിനിമ ഇറക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് അവർ ചോദിക്കുന്നത്. ചുമ്മാ ചോദിക്കല്ല, വിത്ത് പ്രൂഫൊക്കെ കാണിക്കുന്നുണ്ട്. ബ്ലാസ്റ്റിംഗ് തമിഴ് സിനിമ എന്ന് പറഞ്ഞിട്ട് എക്സിലൊരു പേജ് അവർ പറഞ്ഞ ഒരു കാര്യമാണ്. അവരുടെ ടാഗ് ചെയ്തതൊന്നും ആണ്. അതായത് സെൻസർ ബോർഡിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടുമായിരിക്കും, പക്ഷേ ഞങ്ങൾ ഈ സിനിമ ഇവിടെ റിലീസ് ചെയ്യാൻ സമ്മതിക്കണമെങ്കിൽ ഞങ്ങളുടെ അണ്ണനോട് മാപ്പ് പറയണം, അതേപോലെ അപ്പോളജി സർട്ടിഫിക്കറ്റ് വിജയ് ഫാൻസിന് കൊടുക്കണം നിങ്ങൾ സൈൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റൊക്കെ ഇവർ ആ ഇൻ്റർവ്യൂവിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ചെയ്താലേ നിങ്ങളുടെ സിനിമ ഇവിടെ ഓടാൻ ഞങ്ങൾ സമ്മതിക്കുള്ളൂ എന്നാണ് വിജയ് ഫാൻസ് പറയുന്നത്. ഇപ്പം ഏത് ഗ്രൂപ്പ് എടുത്താലും കുറേ വാണങ്ങൾ ഉണ്ടാവുമല്ലോ ഇങ്ങനെ പേര് ദോഷം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ റൗഡികളാണ് പറയുന്നതിൻ്റെ ആവശ്യവും ഇല്ല ആക്ച്വലി. പിന്നെ ശരിക്കും സിനിമ അത്ര പോരാ. അപ്പോൾ എന്താണ് ഈ ബ്ലെയിം ഗെയിം, ഞങ്ങളുടെ തെറ്റല്ല, ഇതെല്ലാം ഈ വിജയ് ഫാൻസ് ആണ് ഈ സിനിമനെ നശിപ്പിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു യൂഷ്വൽ പരിപാടിയാണ് ബേസിക്കലി. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വിജയ് ഫാൻസുകാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? കമൻറ്റ് ചെയ്യൂ.